ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉച്ചയൂണ് തയ്യാറാക്കിയാലോ? ഊണിന് വേണ്ടിയിട്ട് ഞാനിന്ന് ബീട്രൂട്ട് തോരനും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കൂടെ മോര് ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കണം. ഇനി ബീട്രൂട്ടെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. സവാള മെഴുക്കുവരട്ടിനും തോരത്തിനുള്ളത് ഞാൻ ഒരുമിച്ചായിട്ടോ അരിയുന്നത്. അങ്ങനെ ഒരു 2.5 സവാള എടുത്തിട്ടുണ്ട്. 2 മീഡിയം സവാളയും 1/2 ആട്ടോ എടുത്തത്. പിന്നെ രണ്ട് പച്ചമുളക് കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. മെഴുക്കുവരട്ടിനുള്ളതും കൂടി ഒരുമിച്ച് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പണിയും കഴിയുമല്ലോ. അതുകൊണ്ട് അതൊന്ന് ചെയ്തത് കേട്ടോ. ഈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനങ്ങ് ക്ലീൻ ചെയ്ത് കൂടി പോവുകയാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പണി ഒരുമിച്ചങ്ങ് കഴിയും. നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യാറ്? ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. 1 ടേബിൾ സ്പൂൺ എണ്ണ കേട്ടോ ഒഴിക്കേണ്ടത്. അതിലോട്ട് കടുകിട്ട് പൊട്ടിക്കണം. കൂടെ 2 വറ്റൽമുളകും ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും ചേർത്ത് നല്ലോണം ഇളക്കണം. കൂടെ പച്ചമുളകും കൂടെ ഉണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർക്കാവേ. അടുത്ത തോരത്തിന് വേണ്ടിയാട്ടോ. അതും ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകാട്ടോ ഇട്ടത്. അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് അതൊന്ന് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ബീട്രൂട്ടും സവാളയും കൂടി അരിഞ്ഞു വെച്ചത് കൂടി ചേർക്കാം കേട്ടോ. നല്ലോണം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാവേ. അതിലും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഉപ്പ് ആദ്യമേ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോരൻ കുഴഞ്ഞു പോയതുപോലെ ഒട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലോണം വാടിയതിന് ശേഷം മാത്രമേ ഞാൻ ഉപ്പ് ചേർക്കത്തുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ഒരിച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന്. എന്നിട്ട് നമുക്ക് തോരത്തിനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാവേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരിച്ചിരി ജീരകം, 2 വെളുത്തുള്ളിൻ്റെ അല്ലി കേട്ടോ ചേർത്ത് നല്ലോണം മീൻസ് ഒന്ന് ചതച്ചെടുക്കണം. ഒറ്റയടി അടിച്ചിങ്ങ് എടുത്താൽ മതി. അടുത്ത് നമുക്ക് മോരുകറിക്കുള്ള അരപ്പൊടി അടിക്കാവേ. തേങ്ങ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, കൂടെ കറിവേപ്പിലയും ഇച്ചിരി വെള്ളം കൂടി ചേർത്താട്ടോ അത് അരയ്ക്കുന്നത്. അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാൻ മോര് കറിക്ക് ഇച്ചിരി തേങ്ങ കൂടി ചേർക്കേ. അത് ടേസ്റ്റ് ആയതുകൊണ്ടിരിക്കും. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നറിയില്ല. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറിയുടെ അളവും കൂടും. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അതല്ലാണ്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ തേങ്ങ കൂടി അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ, ഉരുളക്കിഴങ്ങിൽ എന്നൊക്കെ ഇട്ടേന്ന് പറഞ്ഞില്ലല്ലേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിയും ചേർത്താട്ടോ നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അത് ഇറക്കുക ചെയ്തത്. അടുത്ത് നമുക്ക് തൈര് മിക്സ് ചെയ്യാം കേട്ടോ. തൈര് ഒരു കപ്പ് തൈരാട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. എന്നിട്ട് അതും സെയിം ഇതുപോലെ തന്നെ കടുക് വറുത്ത് അതിലേക്ക് ഇത് ഒഴിക്കുക ചെയ്യുന്നത് കേട്ടോ. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്ര കേട്ടോ ഞാൻ ചേർത്തത്. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് അത് ചേർക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് ഉള്ളി കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ മിക്സ് ചെയ്ത് വെച്ചത് അതിനകത്തേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ തൈര്.
എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളച്ച് പോകരുത്. എന്നിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, ബീട്രൂട്ട് തോരൻ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, മോര് കറി, പിന്നെ ഇച്ചിരി അച്ചാറും കൂടി എടുത്തിട്ടുണ്ട്, മാങ്ങ അച്ചാറാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണേ. താങ്ക് യു.